ഹലോ നമസ്കാരം. എനിക്കിന്നുണ്ടല്ലോ ഒരു മീൻ മുട്ട കിട്ടിയിട്ടുണ്ട്. ചെയിൻ കവർ എന്നൊരു ഫിഷിൻ്റെ മുട്ടയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു മുട്ട മസാല ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ മുട്ട. അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാനുണ്ടല്ലോ ഒരു സവാള എടുക്കുന്നുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി എടുക്കുന്നുണ്ട്, കുറച്ച് വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. അത് ഞാൻ കുനുകുനായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. ഈ വലിപ്പത്തിൽ അരിഞ്ഞാൽ മതി കേട്ടോ. ഇതുണ്ടാക്കാനായിട്ട് ഞാനൊരു ഇരുമ്പ് ചട്ടിയാണ് എടുക്കുന്നത്. അതിനകത്തോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ഇതിന് കടുക് പൊട്ടിക്കില്ല, പകരം ഞാൻ മസാലയാണല്ലോ ഉണ്ടാക്കുന്നത്, മുട്ട മസാല ആയതുകൊണ്ട് അതിനകത്തോട്ട് ഞാൻ മറ്റേ കശകശ ഞാൻ ചേർക്കുകയാണ്. അത് ഇട്ട് അത് പൊട്ടുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ അതിനകത്തോട്ട് ആഡ് ചെയ്യുക. ഇത് ബ്രൗൺ നിറമാവണ വരെ ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കുക, അത്ര മാത്രം മതി. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതിനകത്തോട്ട് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി 1/4 സ്പൂൺ. നമ്മൾ എരിവിനായിട്ട് കുരുമുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അത് ഒരു 1.5 സ്പൂൺ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതിനകത്തോട്ട് ആവശ്യത്തിന് ഗരം മസാലയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായി വഴന്നു വരുമ്പോൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മീൻമുട്ട അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ആ മസാലകളെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതിനകത്തോട്ടൊരു കോഴിമുട്ട കൂടി പൊട്ടിച്ചിടുക. വീണ്ടും ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഡ്രൈ ആവട്ടെ, നല്ല വിട്ട് വരും അതിങ്ങനെ. ആ ഒരു സമയം ആകുമ്പോഴത്തേക്കും അതിനകത്തോട്ട് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുക. വീണ്ടും നന്നായിട്ട് ഇളക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട്. അത് കഴിച്ചിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഒരു ഞണ്ട് വരട്ടീൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്തത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.